മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റിൽ ഇന്ന് നോറ. നമസ്കാരം. ഷാജേട്ടാ, ഇത് പണിയാവോ? അവിടെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഉണ്ടാക്കിയ ആളുകളിൽ ഒരാളാണ് ഞാൻ. അതാ നിന്റെ വിഷമം അല്ല എങ്കിൽ പോലും ലാലേട്ടന്റെ അടുത്തുനിന്ന് എനിക്ക് ചീത്ത കേട്ടത് വളരെ ചീത്ത കേട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം എന്താണെന്നറിയാമോ, എനിക്കിത് ഇഷ്ടമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അത്രയും നോക്കിയിട്ടാണ് അത് എന്റെ വ്യക്തിത്വമാണ് ഞാൻ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. എനിക്ക് ടോട്ടൽ റിസൾട്ട് നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയാ ഓഡിയൻസിന്റെ അടുത്ത് നിന്ന് നല്ലൊരു അംഗീകാരം കിട്ടിയൊരു ഓഡിയൻസിന്റെ അടുത്ത് നിന്ന് നല്ലൊരു അംഗീകാരം കിട്ടിയൊരു ഫീല് കിട്ടിയോടെ എനിക്ക് പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. പിന്നെ ഞാൻ ഓഡീഷൻ കൊടുക്കുന്ന സമയത്തും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്റെ ചിരിയായിരുന്നു. അടുത്ത ബസ് എപ്പോഴാന്നാ പറഞ്ഞത്? 5:33. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും അവസാനം ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കേറുന്ന ആ ഒരു ടൈമിലും നോറ ഇതുപോലെ ചിരിച്ചു നിക്കണേ പറഞ്ഞിട്ടാണ് അവരെല്ലാരും പറഞ്ഞയച്ചതും. തള്ളി വീട് വരെ എത്തിക്കണേ. ലാലേട്ടൻ പോലെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ എപ്പോഴും കൂടുതൽ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാള് പറഞ്ഞ എന്റെ അമ്മാച്ചന്റെ തേങ്ങ വീണപ്പോഴും ആദ്യം ഇതുപോലെയായിരുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെയാണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ആ 91 ഡേയ്സില് കണ്ട ഒരു പ്രേക്ഷകന് അല്ലെങ്കിൽ പ്രേക്ഷകയ്ക്ക് കണ്ട് മനസ്സിലാക്കിയ നോറ അത് ശരിയാണോ? ശരിയാണ്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും ശരിയാണ് ആണ്. പക്ഷെ ഈ കാഴ്ചപ്പാട് ആളുകളുടെ മാറുണ്ടാവില്ലേ? അതിനനുസരിച്ച് ശരിയായിരുന്നെങ്കിൽ നോറ കൊടുത്തെല്ലാം ഈ പോസിറ്റീവ് വൈബ് ആണെങ്കിൽ പുറത്ത് ഈ പ്രേക്ഷകർ എല്ലാവരും നോറയെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. ഒരുപാടുണ്ടല്ലോ. നിന്നോടോ? എടാ നീ ഒരു മഹാമണ്ടൻ തന്നെ. നേരത്തെ നോറ പറഞ്ഞു ഓൾറെഡി എന്നെ പുറത്ത് കണ്ടിരിക്കുന്നവർക്കുണ്ടെങ്കിൽ ഞാൻ പുറത്ത് ശരിയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അല്ലെ? അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പുറത്ത് നോറയെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമാണ് വേണ്ടത് അല്ലെ? അത് ശരിയാ. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. ഏതായാലും പറ്റിയേ പറ്റി. ഇനി ഒരു അബദ്ധത്തിലും ചെന്ന് ചാടാൻ നോക്കിയാൽ മതി.